ഇവൻ സാം, എൻ്റെ ക്ലോസ് ഫ്രണ്ട്. 255 ദശലക്ഷം വരുന്ന അന്ധരിൽ ഒരാൾ. ഇത് ഇവൻ്റെ കഥയാണ്. ഇത് സാമിൻ്റെ പപ്പ. അമ്മയില്ലാത്ത അന്ധനായ ഒരു കുട്ടിയോടുള്ള സഹതാപ പ്രകടനങ്ങൾ അവൻ്റെ അകക്കണ്ണുകളുടെ കാഴ്ചയെ കൂടി തകർക്കുമെന്ന തിരിച്ചറിവിൽ നാടുവിട്ടതാണ് ഇദ്ദേഹം. പപ്പയുടെ കണ്ണുകളിലൂടെയാണ് സാം ഈ ലോകത്തെ പൂർണ്ണമായും കാണുന്നത്. സാമിൻ്റെ ഏറ്റവും വലിയ പാഷനാണ് സംഗീതം. എവിടേക്കോ നോക്കിയിരിക്കുന്ന സാമിനോട് ഒരു കുസൃതി കാണിച്ചതാണ് അമർ. ആ കണ്ണുകൾ വെറും അലങ്കാരമാണെന്ന തിരിച്ചറിവ് അവൻ്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞു. അന്ന് തുടങ്ങിയതാണ് ഇവരുടെ സൗഹൃദം. പിന്നീടങ്ങോട്ട് അവരുടെ സായാഹ്നങ്ങൾ ഒരുമിച്ചായിരുന്നു. പപ്പായെപ്പോലെ അമറും സാമിൻ്റെ കണ്ണുകളായി മാറി. ഇത് ജോർജ് അങ്കിൾ, പപ്പയുടെ സഹപാഠിയായിരുന്നു. ഇദ്ദേഹമാണ് കാൽഗറിയിലേക്കുള്ള ഇവരുടെ പ്രചോദനവും വഴികാട്ടിയും. ജോർജ് അങ്കിളാണ് അവർക്കൊരു വാടക വീട് ശരിയാക്കി കൊടുത്തത്. അതിനുവേണ്ടി സാം ഒരു അന്ധനാണെന്നുള്ള കാര്യം അദ്ദേഹം മറച്ചു. കാഴ്ചയോ ഭാഷയോ ആവശ്യമില്ലാത്ത ഈ ലോകത്ത് സാമിന് ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ മ്യൂസിക് ടീച്ചറാണ്. സംഗീതത്തിലെ സാമിൻ്റെ അസാധാരണമായ കഴിവിനെയും താല്പര്യത്തെയും വാനോളമുയർത്തുന്ന ഗുരു. ആ കക്ഷിയാണ് വെളുത്ത തലമുടിയോടെ ഉള്ളത്. പിന്നെ ഈ 3 പേർ സാമിൻ്റെ മ്യൂസിക് ക്ലാസ്സിലെ കുട്ടികളാണിവർ. ഈ മുഖങ്ങൾ ഒന്ന് ഓർമ്മിച്ചു വച്ചോളൂ കേട്ടോ. ഇവരെക്കുറിച്ച് അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈ കുട്ടിക്കുറുമ്പന്മാർക്ക് സാമിനോടുള്ള വികാരം സ്നേഹമായിരുന്നില്ല. ക്ലാസ്സിലെന്നും ഒന്നാമനാകുന്നവനോടുള്ള ഒരു തരം അസൂയ. പപ്പ എന്നും സാമിനെ കൂട്ടാൻ വരും. അന്ന് മ്യൂസിക് ടീച്ചർ പറഞ്ഞ കുറേ കാര്യങ്ങൾ പപ്പായെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. ഇത് സാമിൻ്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു. Could we get Sam on the stage, please? Could we please get Sam on the stage? പക്ഷേ അന്ന് സംഭവിച്ചത് നടക്കാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളായിരുന്നു. Yeah, we have to get something, right? Go anywhere, okay? Okay. Bye. Don't worry. പപ്പായുടെ ജീവിതം സാമിനു വേണ്ടി മാത്രം ഒഴിഞ്ഞുവച്ചതായിരുന്നു. തനിക്കറിയാവുന്നതുപോലെ അദ്ദേഹം അവനെ ഈ ലോകം കാണിച്ചു കൊടുത്തു. കാൽഗറിയിലെ തണുത്തുറഞ്ഞ ശൈത്യകാലങ്ങളിൽ മനോഹരങ്ങളായ മഞ്ഞുവീഴ്ചകളുമെല്ലാം നേർത്ത മഞ്ഞുതുള്ളികൾ പോലെ ആ സ്നേഹം അവന് ചുറ്റും വലം വെച്ചുകൊണ്ടേയിരുന്നു. എല്ലാ സ്നേഹത്തിനും എല്ലാ സന്ദർഭങ്ങൾക്കും സൃഷ്ടാവായ ദൈവമുണ്ടല്ലോ. ഇത് ഞങ്ങളുടെ ഇടവക പള്ളിയാണ്. കണ്ണുള്ളവനും ഇല്ലാത്തവനും സമർത്ഥന്മാർക്കും മണ്ടന്മാർക്കും ഏവർക്കും പോകാൻ പറ്റുന്ന സ്ഥലം. അദൃശ്യമായ ആ ദൈവ സാന്നിധ്യം സാമിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ പപ്പായെ കാണാനാവണേ എന്ന പ്രാർത്ഥനയെ അവനുണ്ട്. കാലം എത്ര പെട്ടെന്നാണ് ഓടിമറയുന്നത് അല്ലേ? ചില ബന്ധങ്ങൾ മാത്രം ഒരു മാറ്റവുമില്ലാതെ തുടരും.
അമർ ഇപ്പോഴും സാമിൻ്റെ ഉറ്റ സുഹൃത്തു തന്നെ. വളരെ തിരക്കേറിയ ഒരു ഹോക്കി പ്ലെയറാണ് അമർ ഇപ്പോൾ. ഇത്തവണത്തെ നാഷണൽ ലീഗിലേക്ക് അവൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും തൻ്റെ സുഹൃത്തിനോടൊത്തുള്ള വാരാന്ത്യങ്ങൾ അവൻ പരമാവധി മുടക്കം വരുത്താറില്ല. തൻ്റെ മ്യൂസിക് ലോകത്തെ പുതിയ പരീക്ഷണങ്ങളെക്കുറിച്ച് സാം ചർച്ച ചെയ്യുന്നത് ആ സമയത്താണ്. ഒരു മ്യൂസിഷ്യൻ എന്ന നിലയിലേക്കുള്ള വളർച്ചയുടെ പടവുകൾ സാം കയറി തുടങ്ങിയിരിക്കുന്നു. ഇവരെ മനസ്സിലായില്ലേ? നേരത്തെ ഞാൻ ഓർത്തുവെക്കാൻ പറഞ്ഞ മുഖങ്ങൾ. അവർ സാമിനോടുള്ള ശത്രുത ഇങ്ങനെ അങ്ങ് ചെയ്തു തീർക്കാൻ തീരുമാനിച്ചു. അവനെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കാറില്ല. മലയാളി അസോസിയേഷന്റെ കേരള നൈറ്റ് ആയിരുന്നു അന്ന്. ഇവിടെയും സാമിന്റെ സ്റ്റേജ് പെർഫോമൻസ് ഇവർ മനഃപൂർവ്വം അലങ്കോലപ്പെടുത്തി. ആ വിഷമം സാമിനെ നന്നായി ബാധിക്കുകയും ചെയ്തു. Hello. Hi, can I speak to Matthew? Matthew speaking. We are calling from Bright Vision. Yes. I am Dr. Isaac speaking. Yes, doctor. How's Sam? Sam is also doing fine, doctor. Very good. We have a good news for you. We got a donor for Sam. Oh, really? Yeah. Oh, thank God, doctor. It's a very glad news for me, doctor. Thank you. Will you be able to come on December 15th for the surgery? Sure, doctor. We'll be there, but thank you, doctor. Thank you so much indeed. അല്ല അപ്പം എപ്പോഴാണ് ഡോക്ടർ വിളിച്ചത്? ഡോക്ടർ വിളിച്ചിട്ട് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആയല്ലോ. ജോർജ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ് ജോർജ്. പിന്നെ അല്ലാതിരിക്കും മാത്യു, എത്ര കാലമായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വർഷമായില്ലേ ഇത് ഇതിനു വേണ്ടി ശ്രമിക്കുന്നു. സാമാൻ തോന്നൂലോ. സാമേ മ്യൂസിക് ഒക്കെ എങ്ങനെ പോകണം? നന്നായി പോകുന്നുണ്ട്. നമ്മൾ കുറേ സമയം വന്നിട്ട് കുറച്ചു നേരം ഗിറ്റാറിനോട് വയ്ക്കാൻ നോക്കാം. സാമേ മോനെ ഗ്ലാസ്. സാമേ മ്യൂസിക്കില് പിന്നെ പുതിയ എന്തെങ്കിലും ലെസൺസ് എന്തെങ്കിലുമൊക്കെ? മ്യൂസിക് ഇപ്പോൾ പുതിയ സ്റ്റേജ് ചെയ്യാൻ വേണ്ടി പോവാണ്. പുതിയൊരു വെസ്റ്റേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നിങ്ങളുടെ ന്യൂസൊക്കെ കാണാറുണ്ട്. അതെ പേപ്പറിലും പത്രത്തിലൊക്കെ വന്നല്ലോ. അതെ. അപ്പോൾ അതൊരു അടുത്ത് കുറച്ചൊരു ചാലഞ്ച് ആയിട്ടുള്ളതാണ്. എൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമുക്കത് ചെയ്യേണ്ടത്. പക്ഷേ ആ പ്രാക്ടീസ് നന്നായിട്ട് പോകുന്നു. പപ്പയുടെ സപ്പോർട്ടാണ് അതിലെ പിന്നെ തീർച്ചയായിട്ടും ബെസ്റ്റ്. അതുകൊണ്ടാണ് ആ ഒരു ഭാവം കുറേ കാലമായിട്ടുള്ളൊരു സ്ട്രഗിൾ ചെയ്യാണ്. ശരിയാവുന്നു. നമ്മുടെ the day is the day for us, George.
അടുത്ത ദിവസം തന്നെ പപ്പ സാമിനെ സ്ഥിരം വഴികളിലൂടെ കൊണ്ടുപോയി. ദൂരെയുള്ള ഡൗൺ ടൗണും സാഡിൽ ടൗണും ആവേശപൂർവ്വം ചൂണ്ടിക്കാണിച്ചു. സർജറി കഴിഞ്ഞാൽ എനിക്ക് ഭംഗിയൊക്കെ കാണാൻ പറ്റും. ഇതിനിടയിൽ മറ്റൊരു സംഭവമുണ്ടായി. എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നാണല്ലോ. സാമിനെ ഉപദ്രവിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് അയാൾ. ദൈവം ഇവനെയും സാമിന് മുന്നിൽ എത്തിച്ചു. Hey, what happened? വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ആരാ പപ്പ? സാമ നമ്മുടെ അന്നത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് കോളാക്കിയിട്ടുള്ള ആളാ നിൽക്കണത്. നമുക്ക് പോവാലേ? സാറില്ല പപ്പ, ഒന്ന് ഹെൽപ്പ് ചെയ്തു. ഓക്കെ. കാറിൽ കയറിയ അവനോട് അവൻ സാമിനുണ്ടാക്കിയ മനോവിഷമത്തെക്കുറിച്ച് പപ്പ സങ്കടത്തോടെ പറഞ്ഞു. നല്ലൊരു സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു അത്. സത്യം പറയാം, എനിക്ക് ഓർമ്മ പറ്റുന്നില്ല. എന്താ കാര്യം? ഞാൻ പറഞ്ഞത് ഈ കണ്ണു പിടിച്ചോണ്ടിരുന്ന കാര്യങ്ങൾ നടക്കൂ. മോനെ എവിടെയാ? മോനെ കണ്ടിരുന്ന എങ്ങനെ ഇരിക്കും? എന്റെ മോനെ നാളെ പറ്റുന്നില്ല. നീ കിടന്ന് ഉറക്കം വരണ്ടേ? അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാവുന്ന ആവശ്യമില്ല. കാരണം ഐസക് ഡോക്ടറിനെ എനിക്ക് പേഴ്സണലി അറിയാം. എന്നെ പരിചയമുള്ള ഒരു 3-4 ഫാമിലിയുടെ ഓപ്പറേഷൻ പുള്ളി നടത്തിയിട്ടുള്ളതാണ്. ഇതിനെ പറ്റി ആലോചിച്ചിട്ട് ഇനിയിപ്പോ കണ്ടുപിടിച്ചോണ്ടിരിക്കണം. അല്ല, ഞാൻ ഒരു പേർ കൂടി അടിച്ചു. ഞാൻ സ്റ്റോപ്പ് ചെയ്തു.
നിമിഷങ്ങൾക്ക് മാസങ്ങളുടെ ദൈർഘ്യം പോലെ. ശബ്ദം കൊണ്ട് മാത്രം പരിചിതമായൊരു ലോകത്തെ അത്ഭുതത്തോടെ ആ മിഴികൾ തുറന്നത് ഏതൊരു ശിശിരത്തിനുമൊടുവിൽ ഒരു വാസന്തം വരും. ഇത് നമ്മള് വന്ന സമയത്ത് നമ്മള് ഡൗൺ ടൗണിന്റെ അടുത്തുള്ള സ്പോർട്സ്മാൻ ടീമിൽ പറഞ്ഞ സ്പെൻഡ് ചെയ്തു. ഒരുപാട് സ്റ്റെപ്സ് And you're spending all your time in this wrong situation, and anytime you want it to stop. We have some breaking news. It is indeed a devastating morning for hockey fans all over the world, as provincial floor hockey athlete Amar, who recently made headlines for gaining his selection into the upcoming National Floor Hockey Championships, was rushed to the hospital just now following a car crash that occurred in southeast Calgary. Reports suggest that Amar will no longer be able to participate in the national. क्या यार इतना दारू पे कैसे मैं कैसे इधर बैठूं यार जरा साथ ऐसे थोड़ी चलेगा इसे कितना बार बोल चुके हैं तुमको दारू नहीं पीना बोल के क्या बनेगा क्या अभी इतना पी के कुछ बन सकता है हे ऐसे चलेगा नहीं यार तुम इतना बार तुमको बोल चुके यार मैं फेड अप हो गया यार बोल के तुम कभी सुधरना यार सुधरने के लिए तो ट्राई करो यार गंदा यार ऐसा तो उसको क्यों चाहिए यार साला चल यार सैम आ तेरा दोस्त ने मिलना है भाई इधर चले क्या है इस बार बाहर में लेके जाना चाहिए इधर दारू पी के मारना भाई छाड़ यार वही गलती होगी नहीं पीते होना सैम चलो ठीक है जो हुआ सो हुआ सो ओके आई जस्ट सी यू अपने दोबारा दोस्त मित्र को दोबारा फिर मिलूंगा ठीक है चलो Let him start. Okay, show him everything. Okay, and let him start today. बेस्ट भाजी ਇਹਦਾ അമറിനെ തേടി സാം എത്തി. തളർന്നു പോകാവുന്ന നിമിഷങ്ങളിൽ തന്നെ മുന്നോട്ട് നയിച്ച എന്നും കൂടെയുണ്ടായിരുന്ന അവനെ
सैम भाई क्या हाल है, कहाँ रहते हैं? ठीक है यार, इधर ही यार, इधर क्या कर रहा है? मेरा काम जॉब यहाँ पे मिली मुझे। इधर? या? ऐसा कैसे हो सकता है यार? ये तेरा लाइफ इधर काम कर ऐसे गुजारना कभी? नहीं भाई यार, बड़ी मुश्किल से मिली है, कुछ तो करना था, इसलिए फिर यहाँ पे यार। भाई इधर काम करना नहीं यार, तुमको ये काम करने के लिए मैं इतना थोड़ी ये हॉकी इतना बड़ा हॉकी पर तुम इधर ऐसे ऐसे तो तुम थोड़ी काम कर मुझे लेके जाना यार, तेरे को बनाना है, ये चलेगा नहीं यार। अब तो लगता नहीं होगा। नहीं मैं बनाऊंगा यार, नहीं ये तो चलेगा नहीं यार, प्लीज यार नहीं तो बना नहीं, मैं कुछ क्या ओके वेट कर कुछ क्या। Hey, whatever we did for Amor is really great. As you know that he's a good hockey player. I will just take him back to the court. Hope you understand what I'm saying. Okay. See you then. Bye-bye. നടന്നു നീങ്ങിയ വീഥികളിലെ കാണാത്ത കാഴ്ചകൾ തേടി സാം പപ്പയോട് കൂട്ടുമാറുന്നു. തളർന്നു പോകാവുന്ന നിമിഷങ്ങളിൽ തന്നെ മുന്നോട്ട് നയിച്ച എന്നും കൂടെയുണ്ടായിരുന്ന അവനെ വീണ്ടും കളിക്കളത്തിലെത്തിക്കുക എന്ന ക്ലേശകരമായ ദൗത്യം അവൻ സ്വന്തം തോളിലേറ്റെടുത്തു. അവന് ധൈര്യം പകർന്നു. നിരന്തരമായ പരിശീലനത്തിനും എല്ലാത്തിനും സാം കൂടെയുണ്ടായിരുന്നു. അമറിന് പാരാ ഒളിമ്പിക്സിലേക്കുള്ള സെലക്ഷൻ കിട്ടി. കൈവിട്ടുപോയെന്നു കരുതിയ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇന്നവൻ യാത്രയാവുകയാണ്. സാം വീണ്ടും തൻ്റെ മ്യൂസിക് ലോകത്തിലേക്ക്, തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ ഒരു കോമ്പസിഷൻ്റെ പരിശീലനത്തിലാണ്.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എങ്ങനെയുണ്ട്? ഇതല്ലേ And now I'd like to invite the president of INCA, Mr. Sunil Sharma, to give away the Best Musician Award to Mr. Sam Matthews. Congratulations. Well done. Thank you, thank you. And ladies and gentlemen, now I'd like to call upon Mr. Walter to present a copy of his biography, You Will Make It, to Mr. Sam Matthews. Congratulations. Please go on our interview. I wrote this book. It's the first part. Thank you. Thank you. Congratulations, Sam. A very proud moment for you. What would you like to say to your fans? താങ്ക് യു സോ മച്ച്. ഈ ഒരു അവാർഡ് ഇതിൻ്റെ കൂടെയുള്ള ക്യാഷ് ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവരോടും എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ളവർക്ക് വേണ്ടി നിങ്ങളിൽ ഓരോരുത്തരും സഹായിക്കുക, പ്രവർത്തിക്കുക, അവരെയും നമ്മളിൽ ഒരാളാക്കി മാറ്റുക. താങ്ക് യു സോ മച്ച്. When each one of us can die of cancer, that there's not $1 that each of us can give. Some of you have thought of suicide. Some of you are in the darkest of darkest valleys. And I was there once too. I was 8 years old, depressed. 9 years old, even darker. At 10 years old, I came to the edge. And I thought to myself, there is no hope. At age 10, I tried to drown myself in 6 inches of 15 centimeters of water in my home. I told my dad I just wanted to relax. Really, I wanted to end my life. I had enough. The first 2 times I rolled over, I was trying to work out how much air I hold in my lungs before I let it out. The 3rd time, in my mind, knowing that I wanted to get out of here because of the bullying in my life, because I was going to be a burden to my parents and I had nothing to look forward to. You may have arms and legs, but unless you know 3 things. Number 1, who are you and what your value is? Number 2, what is your purpose here in life? And number 3, what is your destiny when you're done here? ടെറി ഫോക്സിനെയും നിക്കിനെയും പോലെയുള്ള മഹത് വ്യക്തികളാണ് എന്നെയും ഞങ്ങളുടെ ടീമിനെയും ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അവർക്കും അവരെ പോലെയുള്ള മറ്റുള്ളവർക്കും വേണ്ടി ഇൻക ക്രിയേഷൻസിൻ്റെ ബിഗ് സല്യൂട്ട്.